കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CICയെ മഹത്തായ സ്ഥാപനമെന്ന് വാഴ്ത്തുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായ സാദിഖ് അലി തങ്ങൾ. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ബന്ധം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച സ്ഥാപനമാണ് CIC. ഇവർ നടത്തുന്ന വാഫിയ കോഴ്സുകളെയും വിദ്യാഭ്യാസ പദ്ധതിയെയും മാതൃകാപരമെന്നും സാദിഖ് അലി തങ്ങൾ വിശേഷിപ്പിച്ചു. ലീഗ് മുഖപത്രം ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിലാണ് സമസ്ത വിരുദ്ധരുടെ പാഠ്യപദ്ധതിയെ ലീഗ് നേതാവ് പ്രശംസിച്ചത്. കൊച്ചിയിൽ CIC സംഘടിപ്പിച്ച വാഫിയ കലോത്സവത്തിന് പിന്തുണയേകി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരണവും സാദിഖ് അലി തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. സമസ്തയും ലീഗുമായുള്ള പ്രശ്നങ്ങൾ പാണക്കാട് വെച്ച് സംസാരിച്ച് തീർത്തെന്ന് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സമസ്ത വിരുദ്ധ നീക്കമെന്നതും ശ്രദ്ധേയം. സമസ്തയിലെ ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വാഫിയ സംവിധാനത്തെ പുകഴ്ത്തിക്കൊണ്ട് സാദിഖ് അലി തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും പ്രധാനം. CICയുമായി സാദിഖ് അലി തങ്ങൾ സഹകരിക്കുന്നതിൽ സമസ്തയിൽ കടുത്ത അതൃപ്തിയുണ്ട്. CICയെ സമസ്ത പൂർണ്ണമായും തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാദിഖ് അലി തങ്ങളുടെ നീക്കം. ഒരേ സമയം സമസ്ത യുവജന വിഭാഗം അധ്യക്ഷനും CIC അധ്യക്ഷനുമാണ് സാദിഖ് അലി തങ്ങൾ. സാദിഖ് അലി തങ്ങളുടെ പുതിയ സമീപനം പ്രകോപനപരമെന്നാണ് സമസ്ത നേതൃത്വത്തിന്റെ നിലപാട്. CICയുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതായി കഴിഞ്ഞ മാസം ചേർന്ന സമസ്ത മുഷാവറ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സാദിഖ് അലി തങ്ങളും ഒരു വിഭാഗം ലീഗ് നേതാക്കളും CIAയെയും ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി ആദിർശേരിയെയും തുടർന്നും അനുകൂലിക്കുകയാണ്. ഹക്കീം ഫൈസി മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് പിൻപറ്റുന്നതെന്ന് സമസ്ത നേതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ മുൻകൈയെടുത്താൽ മാത്രം ഒത്തുതീർപ്പ് എന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഏകപക്ഷീയമായി CICക്കൊപ്പം ചേർന്ന് സാദിഖ് അലി തങ്ങൾ ഈ വിഷയത്തിൽ സമസ്തയെ പൂർണ്ണമായി തള്ളുകയായിരുന്നു. കൊച്ചിയിലെ വാഫിയ കലോത്സവത്തിൽ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും അടക്കമുള്ള ലീഗ് നേതാക്കളെല്ലാം പങ്കെടുക്കുന്നതും സമസ്തയെ ക്ഷീണിപ്പിക്കുന്നതാണ്. അതേസമയം ആൽഫ ജനറേഷൻ കാലത്തെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിശ്രദ്ധയും പരിഗണനയും വലിയ അളവിൽ കിട്ടേണ്ടതുണ്ട്. കൊച്ചു ദുഃഖങ്ങളും പ്രശ്നങ്ങളും അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇതിന് പരിഹാരമായി CIC മെന്ററിംഗ് സിസ്റ്റം വാഫിയ കോളേജുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഏതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വിലയിരുത്തേണ്ടത് അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളിലൂടെയാണ്. കോഴ്സ് പൂർത്തിയാക്കിയ വാഫിയകളും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസ പ്രബോധന മാധ്യമ അധ്യാപന ഗവേഷണ രംഗങ്ങളിൽ ശ്രദ്ധേയമായ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 24 രാജ്യങ്ങളിലെ പ്രശസ്തമായ 54 ഉന്നത സർവകലാശാലകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിലവിൽ വാഫിയകൾ ഉപരിപഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിനും പുറത്തുമുള്ള ഏറെ പ്രശസ്തമായ ഒട്ടേറെ മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളായും അഡ്മിനിസ്ട്രേറ്റർമാരായും പ്രവർത്തിക്കുന്ന വാഫിയകളുടെ സേവനങ്ങൾ ശ്രദ്ധേയമാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്ലാമിക മതധാർമ്മിക പ്രബോധന പ്രവർത്തനങ്ങളും മാനവിക മൂല്യങ്ങളും കാലോചിതമായി നടത്താൻ പ്രാപ്തരായ പണ്ഡിതന്മാരെയും പണ്ഡിതകളെയും വാർത്തെടുക്കലാണ് CICയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നെന്ന് സാദിഖ് അലി തങ്ങൾ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മതഭൗതിക വിദ്യകൾക്കിടയിലെ അകലം കുറച്ച് വിവിധ വിജ്ഞാനധാരകളുടെ ആരോഗ്യകരമായ സംയോജനം സാധ്യമാക്കാൻ CIC നിലകൊള്ളുന്നുവെന്നും ലേഖനം അടിവരയിടുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായാണ് 2000 മുതൽ CIC പ്രവർത്തിച്ചു വരുന്നതെന്നും സാദിഖ് അലി തങ്ങൾ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സമസ്ത ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് CICയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാദിഖ് അലി തങ്ങൾ ലേഖനത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്.